ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് 86 ക്രിസ്ത്യാനികൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ. മേജർ കമ്മ്യൂണിക്കേഷന്റെ 86-ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ 8 മാസമായി ഒരു സ്റ്റോറി ചെയ്തിട്ട്. അതിനൊരു കാരണമുണ്ട്. എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. എൻ്റെ ഒരു കാല് പോയി. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയേക്കുന്നത്. എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ദൈവമുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും എനിക്കൊരു കാല് വെക്കണം. അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ദൈവം തരുമെന്നുള്ളൊരു വിശ്വാസം. ഞാൻ എൻ്റെ കഥയിലൊക്കെ കടക്കുകയാണ്. ഇതിൽ സന്തൻ തോണി എന്നൊരു കഥാപാത്രമുണ്ട്. സന്തൻ തോണി എന്നുള്ള കഥാപാത്രം ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജെയിംസ്. ബൈബിളിൽ 2 ജെയിംസിനെ പറ്റിയാണ് പറയുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 2 ജെയിംസ്, ഒരു വലിയ ജെയിംസും ഒരു ചെറിയ ജെയിംസും. എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചെറിയ ജെയിംസ്. വലിയ ജെയിംസ് എന്ന് പറഞ്ഞാൽ സൗദി പുത്രന്മാരിൽ മൂത്താൾ, രണ്ടാമത്തെ ആൾ ജോൺ. ഈ ജെയിംസ് കർത്താവിൻ്റെ മരണത്തിന് ശേഷം പോയത് സ്പെയിനിലോട്ടാണ് പോയത്. അവിടെ യുദ്ധ പോരാളിയായിട്ട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. വെള്ളക്കുതിരയിൽ യുദ്ധമുഖത്ത് നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം സ്പെയിനിൽ ചെയ്തു വെച്ചത്. അതുകൊണ്ട് സ്പെയിനിലെ 3/4 പള്ളികളും സെൻറ്റ് ജെയിംസിൻ്റെ പേരിലാണുള്ളത്. ഞാൻ പറയാൻ പോകുന്നത് അന്ത്യോക്യനെ പറ്റിയാണ്. അന്ത്യോക്യയുടെ ഡെവലപ്മെൻറ്റ് ഒരു കാലത്തിൽ ജെയിംസ് എന്ന ഒരു വ്യക്തിയാണ്, അത് സന്തൻ തോണി എന്നൊരു വ്യക്തിയാണ് അവിടെ ഡെവലപ്മെൻ്റ് എല്ലാം നടത്തിയത്. അന്ത്യോക്യയിലെ ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അത് നിർമ്മിച്ചതും പത്രോസ് ലിയനെ ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് വാഴിച്ചതും ഈ ജെയിംസിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ജെയിംസ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ നേരെ ഏഴേ അനുജൻ, അദ്ദേഹമാണ് ജെയിംസ്. ആ ജെയിംസാണ് അവിടെ പോയി നല്ലൊരു സൈന്യത്തെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നല്ലൊരു ദേവാലയം പണിതുയർത്തി അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി എന്നൊരു പേര് പോലും ഉണ്ടാക്കി തരാൻ ഈ ജെയിംസാണ് സഹായകമായത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുക, കമൻസ് എഴുതുക. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും എൻ്റെ ഈ കഥയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ഭയന്ന് വിറച്ചു. എന്നാലും അവർക്ക് ക്രിസ്തുവിനെ കൈവെടിയുവാൻ മനസ്സുണ്ടായിരുന്നില്ല. അവരുടെ വിശ്വാസം അടിയുറച്ചതായിരുന്നു. അവർ പല നാടുകളിലേക്കും ചിതറി ഓടി. ജീവൻ രക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനം. ഫിനീഷ്യ, സൈപ്രസ്, അന്തിയോക്യ എന്നീ സ്ഥലങ്ങളിൽ അവർ കുടിയേറിപ്പാർത്തു. അവർ ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുകയും എല്ലായിടത്തും സഭ സ്ഥാപിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് മതപഠനത്തിനായി പള്ളിക്കൂടങ്ങൾ തുറക്കപ്പെട്ടു. അവിടെ പ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിക്കുവാനും തുടങ്ങി. അവരിൽ സമർത്ഥനായിരുന്നു സന്തൻ തോണി. സന്തൻ തോണി ചെറുപ്പക്കാരനും ബുദ്ധിശക്തിയുള്ളവനും ആയിരുന്നു. അതിലുപരി അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും ആയിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ജനതയെ തേടിയുള്ള നടപ്പായിരുന്നു. അങ്ങനെ അവൻ അന്ത്യോക്യയിൽ എത്തിച്ചേർന്നു. അവന് അവിടെ വെച്ച് ഉൾവിളിയുണ്ടായി, നിന്റെ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുക. നിന്റെ രണഭൂമി ഇതാണ്. മരിക്കുവാൻ അവന് മടിയുണ്ടായിരുന്നില്ല. മരണം തൻ്റെ ഗുരുവായ യേശുവിന് വേണ്ടി ആയിരിക്കണം. അത് അവൻ്റെ ഉറച്ച തീരുമാനം കൂടിയായിരുന്നു. സ്തെഫാനോസിൻ്റെ ഗതികേട് അന്ത്യോക്യയിൽ ഉണ്ടാകരുത്. അതിനു വേണ്ടത് നമുക്ക് നാം തന്നെ തീർക്കുന്നൊരു കവചം, നമ്മുടെ നേർക്ക് വരുന്ന അമ്പുകളെ എയ്തു വീഴ്ത്തുവാൻ പറ്റുന്ന ഒരു സൈന്യം. ഈ വിവരം ആദ്യം അവൻ അവതരിപ്പിച്ചത് ചെറുപ്പക്കാരുടെ സദസ്സിലായിരുന്നു. അവർ എന്തിനും തയ്യാറായിരുന്നു. ഗാസയിൽ നിന്നും ഇവിടെ എത്തിയ ഒരു ക്രിസ്തു വിശ്വാസി ഇവിടെയുണ്ട്, ലൂയിസ്. അദ്ദേഹം ഹെറോദേസ് ചക്രവർത്തിയുടെ
സൈനിക മേധാവികളിൽ ഒരാൾ. ആവശ്യം ലൂയിസിനെ സ്വന്തം തോണി അവതരിപ്പിച്ചു. അത് കേട്ടതും ലൂയിസിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇതും എൻ്റെ മനസ്സിൽ ഉദിച്ച മറ്റൊരാശയം കൂടിയാണ്. അന്നു മുതൽ ചെറുപ്പക്കാർക്ക് സൈനിക പരിശീലനം കൊടുക്കുവാനും തുടങ്ങി. തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രവാഹം തന്നെയുണ്ടായി. പിന്നെ സഭയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, അവരവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിശ്വാസികൾ സഭയ്ക്ക് കാഴ്ചവെച്ചു. ആർക്കും ഒന്നും വേണ്ട, എല്ലാം സഭയ്ക്ക്. അവർ ഒന്നിച്ചുകൂടി അന്ത്യോക്യായിലെ സഭയ്ക്ക് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി. എല്ലാം സഭയ്ക്ക്. സഭ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യണം. അതിനു വേണ്ടത് 3 നേരം എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം. സഭയിൽ എത്തിയിരിക്കുന്ന കൃഷിസ്ഥലങ്ങൾ എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യുക. എല്ലാ കളപ്പുരകളും ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. നാൽക്കാലികളെ മേയ്ക്കാൻ കഴിവുള്ളവർ അതിലേക്ക് തിരിയുക. എല്ലാം സഭയ്ക്ക് വേണ്ടിയാണ് എന്ന ധാരണ എല്ലാവർക്കും വേണം. ഇന്നു മുതൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടും. ആഹാരം പാകം ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ഏറ്റെടുത്തു. അവരെ നിയന്ത്രിക്കുന്ന ചുമതല പുരുഷന്മാർക്കും. ഓരോ ദിക്കിലും ഓരോ അടുക്കളയും ഓരോ ഊട്ടുശാലയും നിർമ്മിക്കപ്പെട്ടു. അതോടെ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ചർച്ച അയൽ രാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന വിധമായിരുന്നു. ജെറൂസലേമിലും ഈ വാർത്ത എത്തി. പത്രോസ് ബർണബാസിനെ അന്ത്യോക്യായിലേക്ക് അയച്ചു. അവൻ അവിടെ ചെന്നപ്പോൾ ദൈവകൃപാവരം ദർശിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരെയും കാണുവാൻ തുടങ്ങി. ബർണബാസിൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാം തികഞ്ഞ ഒരു ക്രിസ്ത്യാനി സമൂഹത്തെയാണ് അവന് അവിടെ കാണുവാൻ സാധിച്ചത്. അവിടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കെട്ടുറപ്പുണ്ടായിരുന്നു. സ്വന്തം തോണിയും അവിടുത്തെ ക്രിസ്ത്യാനികളും ചേർന്ന് ബർണബാസിനെയും സംഘത്തെയും സ്വീകരിക്കുകയും അവരുടെ പാഠങ്ങൾ കേൾക്കുകയും ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരിൽ പ്രധാനി ഹഗായോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രവചനം നടത്തി. ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചനം നടത്തി. അതോടെ അന്ത്യോക്യായിലെ കളപ്പുരയുടെ നീളവും വീതിയും വർദ്ധിപ്പിച്ചു. ആ വർഷങ്ങളിൽ കൃഷിയും വിളവെടുപ്പും വർദ്ധിപ്പിച്ചു. അവയോടൊപ്പം ദൈവാനുഗ്രഹവും ഉണ്ടായി. അതിനാൽ കളപ്പുരകൾ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഹാഗായോസ് പ്രവചിച്ചതുപോലെ ക്ലൗദിയോസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ക്രിസ്ത്യാനികളിലും ആ രാജ്യവും ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതോടെ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന വിശ്വാസം അവരിൽ വർദ്ധിച്ചു. യൂദയായിലുള്ള സകലമാന ക്രിസ്ത്യാനികളുടെ കെട്ടുറപ്പിനും ഐക്യത്തിനുമായി ഒരാസ്ഥാന മന്ദിരം വേണമെന്ന തീരുമാനം എല്ലാ പ്രധാനികളിലും അപ്പോസ്തലന്മാരിലും ഉണ്ടായി. ആസ്ഥാനം അന്ത്യോക്യായിൽ ആകാം എന്ന തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. നല്ല കെട്ടുറപ്പുള്ള ഒരു മഹാമന്ദിരം ഉണ്ടാക്കി. ആരായിരിക്കണം ആദ്യ ഭരണാധികാരി? ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: പത്രോസ്. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ആദ്യ പോപ്പായി പത്രോസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. പത്രോസേ, നീ പാറയാകുന്നു, അതിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന ക്രിസ്തുവിൻ്റെ വചനം അതുപോലെ നടപ്പായി. ആ സ്ഥാനത്ത് പത്രോസിനായി ഒരു സിംഹാസനം പണിയപ്പെട്ടു. കൊത്തുപണികളും കരകൗശലങ്ങളും നിറഞ്ഞ സിംഹാസനം. പത്രോസിനായി പുതിയ വസ്ത്രങ്ങളും തയ്യാറായി. ഓശാന പോലെയുള്ള ഒരു വരവേൽപ്പാണ് അന്ന് പത്രോസിന് അന്ത്യോക്യായിൽ കിട്ടിയത്. പിന്നീട് ആ സ്ഥാനം വത്തിക്കാനിലേക്ക് മാറിയെങ്കിലും ഇന്നും അന്ത്യോക്യായിൽ സെയിൻറ്റ് പീറ്റർ ബസിലിക്ക തല ഉയർത്തി നിൽക്കുന്നു. ഓരോ 25 വർഷം കൂടുന്തോറും പത്രോസിൻ്റെ സിംഹാസനം ജനങ്ങൾക്ക് കാണുവാൻ തുറന്നു കൊടുക്കാറുണ്ട്. ഈ വർഷവും ജനങ്ങൾക്കായി ആസ്ഥാനം വത്തിക്കാൻ തുറന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 9 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങൾ.